ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലെ വാട്ടർ ചേഞ്ച് ആണ്. ഇതിനകത്ത് ഇപ്പോൾ കിടക്കുന്നത് ഒരു മലബാർ സ്നേക്ക് ഹെഡ് മാത്രമാണ്. ബാക്കി ഇതിനകത്ത് ഉണ്ടായിരുന്ന 3 പല സമയങ്ങളിലായിട്ട് ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കിടക്കുന്ന ആ ഒരൊറ്റ പീസ് നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ചിക്കനാണ് ഞാൻ ഫീഡ് ചെയ്യുന്നത്, നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ എത്ര സൈസായി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക് ഈ വാട്ടർ ചേഞ്ചിൻ്റെ സമയത്ത്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ അതിനെ പിടിച്ചു മാറ്റി ക്ലിയർ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ടെയ്നറിൽ നമ്മൾ വെള്ളം നിറച്ച് വയ്ക്കുന്നുണ്ട്. ഈ ഫ്രിഡ്ജ് ബോക്സിലെ വെള്ളം നല്ല രീതിയിൽ ആൽഗ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും വെള്ളം വലിച്ചു കളഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ടോട്ടൽ നമ്മൾ ആദ്യം തുടക്കത്തിൽ തന്നെ മേടിച്ചത് 6 പീസായിരുന്നു നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡുകൾ, അല്ലെങ്കിൽ പുലിവാകൾ, അല്ലെങ്കിൽ നീലവാകൾ എന്ന് പറയുന്ന ആ ഒരു സ്നേക്ക് ഹെഡ് വെറൈറ്റിയിൽ പെട്ട മത്സ്യങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു പെയറിന് 150 രൂപയ്ക്കാണ് വാങ്ങിയത്. ആദ്യം നമ്മൾ 120 രൂപയ്ക്കാണ് ഒരു പെയറിന് വാങ്ങിയത്. അതിനുശേഷം പിന്നെ നമ്മൾ വാങ്ങിയ പെയറിന് 150 ആയിരുന്നു. അങ്ങനെ നമ്മൾ ടോട്ടൽ 6 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതായത് 3 ജോഡി. ബാക്കി പറയുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ വെള്ളം മൊത്തം വലിച്ച് കളഞ്ഞ് ഫ്രഷ് വെള്ളം അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഓസ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം പതുക്കെ നിറഞ്ഞ് വരട്ടെ. മീനിനെ നമ്മൾ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച ഒരു ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറിലേക്ക് പിടിച്ച് മാറ്റി അവിടെ വെളിച്ചുള്ളൊരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അതിനെ കാണിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മൾ 6 എണ്ണത്തിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു പെയറിന് 120, പിന്നെ നമ്മൾ വാങ്ങിയതിന് 150 നമ്മൾ വാങ്ങിയത്. അങ്ങനെ ടോട്ടൽ 6 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മീനൊന്നല്ല, നോർമൽ പ്രൈസാണ് വരുന്നത്. പെയറിന് 150, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരെണ്ണത്തിന് ഏകദേശം 75 രൂപയ്ക്കാണ് വരുന്നത്. അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള വെറൈറ്റി അല്ല ഈ ഒരു മലബാർ സ്നേക്ക് ഹെഡ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബാക്കി പീസുകൾ ഡെഡായി പോയി എന്നുണ്ടെങ്കിലും നമുക്ക് പുതിയത് വാങ്ങാവുന്നതേ ഉള്ളൂ, വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് ഡെഡായി പോയതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്തതിന് ശേഷം വാങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഒരേ പീസ്. നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ആൾ നല്ല ഫാറ്റാണ്, ജിമ്മായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ മോളിൽ നിന്നുള്ള ഷോട്ട് കാണിക്കാം. പാറ്റേണും കാര്യങ്ങളൊക്കെ ശരീരത്തിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ 2 ദിവസം ആഴ്ചയിൽ ഫീഡ് ചെയ്യുന്നുണ്ട്. ചിക്കനാണ് ഫീഡ് ചെയ്യുന്നത്, നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. ഗ്രോത്ത് അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതായത് ഇത് ഒറ്റയ്ക്കായതിന് ശേഷം, ആ ഒരു ടാങ്കിൽ ഒറ്റയ്ക്കായതിന് ശേഷം നന്നായിട്ട് ഗ്രോത്ത് വയ്ക്കുന്നുണ്ട്. ഒരുമിച്ചിട്ട സമയത്ത് കുറച്ച് ഗ്രോത്ത് കുറവായിരുന്നു. നമ്മൾ മുമ്പ് പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ ചെറിയ സ്പേസിൽ എണ്ണം കൂട്ടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത്. പക്ഷേ നമ്മുടെ കേസിൽ ഇവിടെ ഡെഡ് ആയി പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ആൽബിനോ കാറ്റ്ഫിഷ്, സ്പോട്ടഡ് കാറ്റ്ഫിഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ സ്പേസിൽ ഇട്ടാലും അവർ ഡെഡായി ചത്തു പോകാറില്ല. ഗ്രോത്തിനെ ബാധിക്കും, പക്ഷേ ചത്തു പോകാറില്ല. പക്ഷേ ഇവരുടെ കേസിൽ ഇവർ ചത്തു പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവരെക്കാളും, അതായത് ഇപ്പോൾ ആൽബിനോ കാറ്റ്ഫിഷ്, സ്പോട്ടഡ് കാറ്റ്ഫിഷിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സെൻസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് കാരണമെന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിലും 100% ഉറപ്പിക്കാറായിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം 6 എണ്ണത്തിനെ വാങ്ങിയ സമയത്ത് നമ്മൾ ഔട്ട്ഡോർ ഒരു അധികം ഹൈറ്റ് ഇല്ലാത്തൊരു ടാങ്കിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. 1 ഫീറ്റ് ഹൈറ്റൊക്കെയാണ് ഏകദേശം അതിന് വരുന്നുള്ളൂ. പക്ഷേ നീളം എന്ന് പറയുന്നത് ഒരു 7 അടിയും വീതി ഏകദേശം ഒരു 4 അടിയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ 6 എണ്ണത്തിനെ വാങ്ങിയത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ 6 എണ്ണത്തിനൊന്നും വാങ്ങില്ലായിരുന്നു. മാക്സിമം ചിലപ്പോൾ 2 എണ്ണത്തിനൊക്കെ വാങ്ങുള്ളായിരുന്നു. അപ്പോൾ അന്ന് ആ ഒരു ടാങ്കിലായിരുന്നു, ഔട്ട്ഡോർ ടാങ്കിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനകത്ത് ഒരു ഇഷ്യൂ സംഭവിച്ചു. ആ ഒരു ടാങ്കിൽ 1 ഫീറ്റ് മാത്രം അതിന് ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സൺലൈറ്റ് അടിച്ച സമയത്ത് വെള്ളം ചൂടായിട്ട് പെട്ടെന്ന് 2 എണ്ണം ചത്തുപോയി. ഒരു ഉച്ച സമയത്ത് നല്ല ചൂട് വന്ന സമയത്ത് വെള്ളം ചൂടായിട്ട്, കാരണം അതിന് ഹൈറ്റ് ഇല്ലാത്ത ടാങ്ക് ആയതുകൊണ്ട് വെള്ളം പെട്ടെന്ന് ചൂടായിട്ട് 2 എണ്ണം ചത്തുപോയി. അപ്പോൾ നമ്മൾ എമർജൻസി ആയിട്ട് ബാക്കിയുള്ള 4 എണ്ണത്തിനെ ഈ ഫ്രിഡ്ജ് ബോക്സിൽ കൊണ്ടിടുകയാണ് ചെയ്തത്. ആ ഒരു സമയത്ത് ഇവരുടെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 6 ഇഞ്ചാണ്. ഇത്രയും വണ്ണവും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു നീളവും കാര്യങ്ങളും ഇപ്പോൾ ഏകദേശം ഒരു 7 ഇഞ്ചൊക്കെ ആയിട്ടുണ്ട്. 7 ഇഞ്ച് 8 ഇഞ്ച് അതിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട്. ആ ഫ്രിഡ്ജ് ബോക്സിലേക്ക് നമ്മൾ 4 എണ്ണത്തിനെ മാറ്റിയ സമയത്ത് ഏകദേശം ഒരു 6 ഇഞ്ചും ഇത്രയും വണ്ണമൊന്നുമില്ല, സ്ലിം ആയിരുന്നു അവർ. അപ്പോൾ ചെറിയ സൈസായിരുന്നു കുറച്ച്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു 6 ഇഞ്ച് ആയതുകൊണ്ട് നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, സംശയവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം അവരതിനകത്ത് കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ, അവർ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരെണ്ണം ഡെഡായി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരെണ്ണം ചത്തുപോയി. പിന്നെ വീണ്ടും ഒരെണ്ണം, അങ്ങനെ ബാക്ക് ടു ബാക്ക് 3 എണ്ണം ആ 4 എണ്ണത്തിൽ ഡെഡായി പോവുകയാണ് ചെയ്തത്. ഈ ഒരെണ്ണം മാത്രമാണ് ബാക്കി നിന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിക്കനാണല്ലോ ഫീഡ് ചെയ്യുന്നത്. ചിക്കൻ ഫീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓവർ ഫീഡൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ഇനി ആ ബാക്കി അതിനകത്ത് ഉണ്ടായിരുന്ന 3 എണ്ണത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഡൈജസ്റ്റീവ് ഇഷ്യൂ വന്നതാണോ അവർ ചത്തുപോകാനുള്ള കാരണം എന്ന് നമുക്കറിയില്ല. അതോ അതിനകത്ത് എണ്ണം കൂടിയത് കൊണ്ട്, അതായത് 4 എണ്ണം കിടന്നത് കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും സ്ട്രെസ് വന്നിട്ടാണോ ഈ പ്രശ്നം ഉണ്ടായെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ 2 കേസുകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സ്നേക്ക് ഹെഡുകൾ നമ്മൾ വളർത്താൻ തുടങ്ങിയിട്ട് നമുക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതാണ്. മീൻ അടിപൊളി മീനാണ്, പെട്ടെന്ന് ഗ്രോത്ത് വയ്ക്കുന്ന മീനാണ്, നല്ല ആക്റ്റീവാണ്, ഫുഡ് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. പിന്നെ ഇത് അറിയാമല്ലോ, നമുക്ക് എയറേഷൻ നിർബന്ധമില്ലാത്ത മീനാണ്. ഇതിന് അന്തരീക്ഷത്തിന് ഡയറക്റ്റ് ശ്വസിക്കാനുള്ള കഴിവുണ്ട്. എന്നിട്ട് നമ്മൾ എയറേഷൻ കൊടുക്കുന്നുണ്ട് വെള്ളം കണ്ടീഷനായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൻ്റെ ക്വാളിറ്റി എല്ലാം ഓക്കെയാണ്.
ഇവരുടെ ആ ഒരു ഇഷ്യൂ ഉണ്ടാവാനായിട്ടുള്ള കാരണം വെള്ളത്തിൻ്റെ ക്വാളിറ്റി അല്ല, നമുക്ക് 100% ഗ്യാരണ്ടിയാണ്. കാരണം വെള്ളത്തിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അല്ല എന്നുള്ളത് നമുക്ക് പ്രോബ്ലം അല്ല എന്നുള്ളത് നമുക്ക് അറിയായിരുന്നു. ഒന്നുകിൽ ഫുഡിൻ്റെ പ്രോബ്ലം അല്ല എന്നുണ്ടെങ്കിൽ, എന്നാലും ഫുഡിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ട്. കാരണം ഇപ്പോഴും ഈ ഒരു മീനിന് നമ്മൾ ഫീഡ് ചെയ്യുന്നത് ചിക്കൻ തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള 3 എണ്ണത്തിന് ആ സെയിം ഇഷ്യൂ തന്നെ, ഡൈജസ്റ്റീവ് പ്രോബ്ലം വന്നു എന്ന് പറയുമ്പോൾ നമുക്കത് എന്താ പറയുക, ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം 3 എണ്ണത്തിന് ഒരേപോലെ ഡൈജസ്റ്റീവ് ഇഷ്യൂ വരുമോ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് 100% ഇല്ല എന്നും പറയാൻ പറ്റില്ല. പിന്നെയുള്ളത് നേരത്തെ പറഞ്ഞ ആ ഒരു സെയിം ഇഷ്യൂ തന്നെ, അതായത് ഈ ഒരു ചെറിയ സ്പേസിൽ എണ്ണം കൂടിയപ്പോൾ അവർക്ക് ഏതെങ്കിലും രീതിയിൽ സ്ട്രെസ് വന്നതാണോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു ഒറ്റ പീസ് അതിനകത്ത് ഇപ്പോൾ എടുക്കുമ്പോൾ അതിന് യാതൊരു കുഴപ്പമില്ല, നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട്, നല്ല ആക്റ്റീവാണ്. എണ്ണം കൂടുതലുള്ള സമയത്തായിരുന്നു അപ്പോൾ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ മുമ്പ് ഇവർ ഔട്ട്ഡോർ ടാങ്കിലായിരുന്നു ഇട്ടായിരുന്നത്. ആ ടാങ്കിന് 7 അടി നീളവും 4 അടി വീതിയും ഉണ്ടായിരുന്നു. ഹൈറ്റ് കുറവായിരുന്നു എന്ന് മാത്രം. പക്ഷേ ആ ഒരു ടാങ്കിൽ ഈ 6 എണ്ണവും ഒരുമിച്ച് ഒരു കുഴപ്പമില്ലാണ്ട് കിടന്നിരുന്നു. ഫുഡൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് കഴിച്ചിരുന്നതാണ്. ഹൈറ്റ് കുറഞ്ഞതുകൊണ്ട് ആ ടെമ്പറേച്ചർ ഇഷ്യൂ, സൺലൈറ്റ് അടിച്ച സമയത്ത് വെള്ളം ചൂടായിട്ടുള്ള ആ ഒരു ഇഷ്യൂ വന്നതുകൊണ്ടാണ് നമ്മളവരെ ഇതിലേക്ക് മാറ്റിയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്പേസിൻ്റെ കാരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് ആയിരുന്നു, അതുകൊണ്ട് അവർക്കൊന്നും പറ്റിയില്ല. ഇതിനകത്ത് വന്നപ്പോൾ സ്പേസ് കുറഞ്ഞു, അപ്പോൾ സ്ട്രെസ്സ് വന്നിട്ട് ഡെഡായി പോയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അപ്പോഴും ഔട്ട്ഡോർ ടാങ്കിൽ നമ്മൾ ഇവർക്ക് ചിക്കൻ ഫീഡ് ചെയ്തിരുന്നു, ഇവിടെയും ചിക്കൻ തന്നെയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്, ഇപ്പോഴും നമ്മൾ ചിക്കൻ തന്നെയാണ് ഫീഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഡൈജസ്റ്റീവ് പ്രോബ്ലം അല്ല, അല്ലെങ്കിൽ ചിക്കൻ ഫീഡ് ചെയ്തുകൊണ്ടല്ല ഇവർക്ക് പ്രശ്നം വന്നതെന്ന് ഏകദേശം ഉറപ്പിക്കാനുള്ള കാരണം. സ്പേസ് തന്നെയാണെന്ന് ഏകദേശം ഞാൻ കൺഫേം ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മലബാർ സ്നേക്ക് അല്ലെങ്കിൽ പുലിവാകളെ വളർത്തി എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഫുഡിൻ്റെ പ്രോബ്ലം ആയിരിക്കുമോ അതോ സ്പേസ് ആയിരിക്കുമോ പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് നമ്മൾ ഓവർ ഫീഡ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, കറക്റ്റായിട്ട് തന്നെയാണ് ഫീഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ചിക്കൻ അവർ കഴിച്ചത് ഡൈജസ്റ്റ് ആവാണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു പീസ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടാങ്കിലേക്ക് തിരിച്ച് വിട്ടിട്ടുണ്ട്, ആൾ നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു 6 പീസൊക്കെ വാങ്ങാനായിട്ട് വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല, അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള മീനല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ടാങ്ക് ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇവരെ ഇടാനായിട്ട് നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ടാങ്ക് വേണം. അപ്പോൾ അത് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഇനി പുതിയ സ്നേക്ക് ഹെഡുകളെ നമ്മൾ വാങ്ങുന്നത്. പിന്നെ നമുക്ക് മൈക്രോപെൽസിനെയൊക്കെ വാങ്ങണമെന്നുണ്ട്. ഈ പറഞ്ഞ പോലെ സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് തന്നെ വേണം, അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മൈക്രോപെൽസിനൊന്നും വാങ്ങാത്തത്. പിന്നെ നമ്മൾ ഇറിഡീസൺ ഷാർക്ക്, അതുപോലെ തന്നെ പറൂൺ ഷാർക്ക്, ഇതിനൊക്കെ വാങ്ങാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മീനുകൾക്കെല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് തന്നെ വേണം. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ അടുത്ത് തന്നെ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള മീൻ എന്ന് പറയുന്നത് റെഡ് ടെയിൽ ജയൻറ്റ് ഗൗരാമിയാണ്. അതാകുമ്പോൾ ഈ ചെറിയ സ്പേസ് ആണെങ്കിലും കുഴപ്പമില്ല. കാരണം ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ തന്നെയാണ് ഞാൻ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമി ഏകദേശം 1 ഫീറ്റ് വരെ സൈസിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ ഒരു ചെറിയ സ്പേസിൽ നമ്മളൊരു സിംഗിൾ പീസ് റെഡ് ടെയിൽ ജയൻറ്റ് ഗൗരാമിനെ വാങ്ങിയിടുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം റെഡ് ടെയിൽ ജയൻറ്റ് ഗൗരാമി നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ ചെറിയ പീസായിരിക്കും വാങ്ങുന്നത്. അതെനിക്ക് തോന്നുന്നു 2 ഇഞ്ച് 3 ഇഞ്ച് സൈസുള്ളതാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു പ്രൈസ് റേഞ്ച് ഏകദേശം ഒരു 900 രൂപയൊക്കെ വരുന്നുണ്ട് സിംഗിൾ പീസിന്. അപ്പോൾ അതാകുമ്പോൾ ഈസി ആയിട്ട് കുറേ കാലം വളർത്താം. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമി ഓൾമോസ്റ്റ് 1 ഫീറ്റ് വരെ നമ്മൾ ഇതിനകത്ത് ആക്കി വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ജയൻറ്റ് ഗൗരാമിയെ സംബന്ധിച്ച് ഈ സ്പേസ് ഓക്കെയാണ്. അതേസമയം മൈക്രോപെൽസ്, ഇറിഡീസൺ ഷാർക്ക്, പറൂൺ ഷാർക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വലിയ സ്പേസ് തന്നെ വേണം. അപ്പോൾ അത്തരത്തിലുള്ള ടാങ്ക് സെറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ള മീനുകൾ നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.